അദ്ദേഹമായിട്ട് ഞാൻ വളരെ അടുത്തൊരു സുഹൃത്തൊന്നും ആയിരുന്നില്ല, പക്ഷെ സുഹൃത്തായിരുന്നു. പലതവണ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ഭൂമിയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പോയിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. പക്ഷെ ഈ സംസാരത്തിലൊക്കെ നേരത്തെ എസ് കെ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംസാരത്തിലൊക്കെ വളരെയധികം ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു മനുഷ്യനായിരുന്നു സി ജെ റോയ്. അദ്ദേഹം ഈ സ്വയമേ വെടിവെച്ച് മരിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് അത് വരുന്നത്. കാരണം ഇ ഡി എത്ര പ്രകോപിപ്പിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ, കാരണം എനിക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പഴയ കാലം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഒരു സ്വാമി, ഒരു സഞ്ചിക്കകത്ത് കാശ് കൊണ്ട് നടക്കുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു ഭൂമി കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റുകാരൻ. ആ സ്വാമിയുടെ കൂടെ അസിസ്റ്റന്റായിട്ട് കൂടി അവിടെ നിന്നും ഉയർന്നു വന്ന ഒരു ആളായിരുന്നു ഈ ഡോക്ടർ സി ജെ റോയ്. അവിടെ വന്ന് ഉയർന്നു വന്നു എന്ന് ഞാൻ പറയുമ്പോൾ വളരെ താഴ്ന്ന നിലയിൽ നിന്ന്, അതായത് ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നും ഏതാണ്ട് കോടാനുകോടി രൂപയുടെ ആ സാമ്രാജ്യത്തിനുടമയായി വളർന്നു വന്ന ഡോക്ടർ സി ജെ റോയ് ഇതേപോലെ ഒരു ഇൻകം ടാക്സിന്റെ റെയ്ഡിനകത്ത് ആ റെയ്ഡിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യും എന്ന് നമ്മൾ കരുതുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അങ്ങനെ ഈ ചങ്കുറപ്പില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്കും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളല്ല ഡോക്ടർ റോയ്. കാരണം അദ്ദേഹം നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. ഇപ്പൊ ഈ 9,000 കോടി രൂപയൊക്കെ അദ്ദേഹത്തിന്റെ ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോ ഇൻകം ടാക്സ് കൂടിപ്പോയാൽ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 1,000 കോടി ഫൈൻ അടിച്ചേക്കും, അല്ലെ 1,500 കോടി ചിലപ്പോൾ ഫൈൻ അടിച്ചേക്കാം. അത് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ആ അളവനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്തതിന്റെ അളവനുസരിച്ചായിരിക്കും. പക്ഷേ അത്രയും പണം പോയാൽ പോലും ഇവിടെ വളരെ വ്യക്തമായി വളരെ ശക്തിയോട് തന്നെ ഈ ബിസിനസ് സാമ്രാജ്യത്തിനകത്ത് നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരാളായിരുന്നു സി ജെ റോയ്. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒഴിയാം. അത് സമ്മർദ്ദമായിരുന്നു, ഇ ഡിയുടെ റെയ്ഡിന്റെ സമ്മർദ്ദമായിരുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡിന്റെ സമ്മർദ്ദമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ആ റെയ്ഡിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം എന്റെ അറിവിൽ ഞാൻ അറിയുന്ന ഡോക്ടർ റോയ് ഒരു കാരണവശാലും ഒരു റെയ്ഡിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളല്ല. അങ്ങനെ ആളാവാൻ സാധ്യതയില്ല. കാരണം ഇത്രയധികം ബിസിനസ്സുകൾ ദുബൈയിലും അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ 24 സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെയാണ് കാക്കനാട് താഴെ ഒരു വലിയ പ്രോജക്ട് അവർ അനൗൺസ് ചെയ്തിട്ട് 2 ആഴ്ചയോടെ ആവുന്നുള്ളൂ. അടുത്ത ആഴ്ച കണ്ട അതിന്റെ തറക്കല്ലിടിയിലൊക്കെ വെച്ചിരിക്കുന്നു. വലിയൊരു പ്രോജക്റ്റ് ആണ്. അങ്ങനെയുള്ള ആ പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റുകളും ഒക്കെ ദുബൈയിലും ഇന്ത്യയിലും അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ ന്യൂസിലൻഡിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയധികം ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഇത്രയും കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ നിസ്സാരം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ ആ റെയ്ഡിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അറിയില്ല. എന്തായാലും അതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ.